ഇതാണ് കാട്ടാനയെ തടയാൻ നിർമ്മിച്ചിരിക്കുന്ന ആനമതിൽ. കണ്ണൂർ ആർല ഫാമിൽ ഏതാണ്ട് 10.5 കിലോമീറ്റർ നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഇതുവരെ 4 കിലോമീറ്റർ മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന ഇടത്തുകൂടിയാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. ഇതിപ്പോൾ ഇവിടെ വരെ ഈ ആനമതിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന് ഇപ്പുറത്തോട്ട് മതിൽ നിർമ്മിച്ചിട്ടില്ല. ഈ വഴിക്ക് ആന സ്ഥിരമായി വരുന്ന പ്രദേശമാണ്. നമുക്കിവിടെ ആനയുടെ ഈ കാല് പതിഞ്ഞ ഭാഗം നമുക്ക് കാണാം. അവിടെ മണ്ണ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ വഴിക്കാണ്, അതായത് ഇത് ആർളം വന്യജീവി സങ്കേതമാണ്. ഈ ഒരു വശത്ത് കാണുന്നത് അത് ഫോറസ്റ്റാണ്, വനമാണ്. ഇനി ഇവിടെ ഈ വശം, ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്, ആദിവാസി പുനരധിവാസ മേഖല. ഇവിടെ ധാരാളം വീടുകളുണ്ട്, ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, റോഡുകളൊക്കെ ഉണ്ട്. 2020 ആരംഭിച്ചതാണ്. ഇതുവരെയും അത് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളമായി ആനകൾ ഇതുവഴി ഇവിടേക്ക്, അതായത് ഈ പുനരധിവാസ മേഖലയിലേക്ക് എത്തുകയും അത് ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. മക്കളെ, ഈ സ്ഥിരമായി ഇവിടെ ആന വരാറുണ്ടോ? ഇവിടെ ആന വരുന്നുണ്ട്. പേടിയാണോ? ഇപ്പൊ പേടിയൊന്നുമില്ല. എല്ലാ ദിവസവും ആനയുണ്ടോ? എല്ലാ ദിവസമൊന്നുമില്ല. രാത്രി ഇവിടെ വരും. ഇങ്ങോട്ടേക്ക് വരൂ? ഇങ്ങോട്ടല്ലേ വരും. അങ്ങോട്ട് അതിലേക്കായിരുന്നു. മതിലില്ലാത്ത ഭാഗത്താ? അതിലങ്ങോട്ടാകുന്നില്ല. സ്കൂൾ കുട്ടികളാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പേടിയില്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് എത്രയും വേഗം പൂർത്തിയാക്കണം എന്ന ആവശ്യം പലതവണ ആളുകൾ ഉന്നയിച്ചതാണ്. വളരെ വേഗത്തിൽ ഇത് പൂർത്തിയാക്കണം എന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടന്നതാണ്. പക്ഷേ അത് ഒത്തിരി വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ആളുകളുടെ മരണത്തിന് കാരണമാകുന്നത് എന്നതാണ്. അതുകൊണ്ട് എത്രയും വേഗം ആനമതിൽ നിർമ്മാണം പൂർത്തിയാക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ആർളത്തുനിന്നും ഷാജു ചന്ദ്രപുരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.